ഈശോ ഈശോ നാഥ സുഖമാക്കുവാനായി വരണേ വരണേ വരണേ. ഈശോ ഈശോ നാഥ സുഖമാക്കുവാനായി വരണേ വരണേ വരണേ. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു ഒരു സ്നേഹഗീതമായി പാടുന്നു. പതിനായിരങ്ങളും പാടുന്നു ഒരു സ്നേഹഗീതമായി പാടുന്നു. വിശാലം നിൻ വാത്സല്യം കടൽ പോലെ ഒഴുകുന്നു. കൃപയായി നിൻ കാരുണ്യം ആകാശം പോലെ. വിശാലം നിൻ വാത്സല്യം കടൽ പോലെ ഒഴുകുന്നു. കൃപയായി നിൻ കാരുണ്യം. ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ എന്നും എന്നും. ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ എന്നും എന്നും. വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ 3 തരത്തിലുള്ള മനുഷ്യരെ നമ്മൾ പരിചയപ്പെടും. 3 തരത്തിലുള്ള മനുഷ്യർ. നോട്ട് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയെടുത്ത് പഠിച്ചു, നല്ലതാ. ഒന്നാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അഭിഷേകമുള്ള ആളുകൾ, അനോയിന്റഡ് പീപ്പിൾ. അഭിഷേകം ഉള്ളവർ, അനോയിന്റഡ് പീപ്പിൾ ഒന്നാമത്തെ ഗ്രൂപ്പാണ്. ഒന്നാമത്തെ ഗ്രൂപ്പ് ഏതാണ്? ഒച്ചത്തിപ്പറ. അഭിഷേകമുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേകം എന്താണെന്ന് ഇവർക്കറിയാം. അഭിഷേകത്തിലാണ് അവരുടെ ജീവിതം. അവരെവിടെയെല്ലാം പോകുന്നുണ്ടോ അവിടെയെല്ലാം ഈ അഭിഷേകം അവര് എക്സ്പീരിയൻസ് ചെയ്യും. അഭിഷേകം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. എവിടെയെല്ലാം പോയാലും അവിടെയെല്ലാം കാണുന്നവർക്കും കടന്നു ചെല്ലുന്നിടത്തൊക്കെ എന്തു കൊടുക്കും? ഈ പരിശുദ്ധാത്മാവിനെ സമ്മാനിക്കും. അഭിഷേകം ഉള്ള ആളുകൾ. ഹല്ലേലൂയ. ഏറ്റവും നല്ല ഉദാഹരണം പരിശുദ്ധ അമ്മ അല്ലേ? ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. വളരെ സാധാരണക്കാരിയായിരുന്ന മറിയം എന്ന് പറയുന്ന സ്ത്രീയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ സ്വഭാവം മാറി. എന്തായിരുന്നു മറിയം എന്ന സാധാരണക്കാരിയായ സ്ത്രീയുടെ സ്വഭാവം? ഭയപ്പെട്ടിരുന്ന, ചോദ്യങ്ങൾ ചോദിച്ച, സംശയിച്ചിരുന്ന, അസ്വസ്ഥയായിരുന്ന മറിയം സാധാരണക്കാരിയാണ്. എന്നാൽ ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 35-ാം വചനം. ഏതാ വചനം? നമുക്കറിയാം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 1:35. ഏതാ വചനം? ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ വചനം സ്വീകരിച്ചതിന് ശേഷം ഭയപ്പെട്ടിരുന്ന, ചോദ്യം ചോദിച്ചിരുന്ന, അസ്വസ്ഥയായിരുന്ന, സംശയിച്ചിരുന്ന മറിയം അതെല്ലാം മാറി എക്സ്ട്രാ ഓർഡിനറി പവർഫുൾ പേഴ്സൺ, അസാധാരണമായ കൃപയുള്ള ഒരു വ്യക്തിയായി മാറി. പരിശുദ്ധാത്മാവിനെ കിട്ടുന്ന ഒരു വ്യക്തിയിൽ അസാധാരണമായ കൃപകൾ പ്രവർത്തിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ദൈവീകമായ കാര്യങ്ങൾ ഈ വ്യക്തിക്ക് അനുഭവിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് എന്നെയും നിന്നെയും വിളിക്കുന്നത് ഈ അസാധാരണമായിട്ടുള്ള അഭിഷേകം, സാധാരണ അഭിഷേകമല്ല, അസാധാരണമായിട്ടുള്ള ഈ അഭിഷേകത്തിൽ വളരുന്നതിന് വേണ്ടിയാണ്. അത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തിൽ വളരാനും അഭിഷേകത്തിൽ ജ്വലിക്കുവാനും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലതും ഇടതിരിക്കുന്ന ആളോട് പറഞ്ഞേ, അഭിഷേകത്തിൽ ജ്വലിക്കണം ഒന്ന് പറഞ്ഞു കൊടുത്തേ. അഭിഷേകത്തിൽ ജ്വലിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അത് ഒന്നാമത്തെ ഒരു ഗ്രൂപ്പാണ്, അഭിഷേകമുള്ളവർ. രണ്ടാമത്തെ ഗ്രൂപ്പ് ബൈബിളിൽ പഠിപ്പിക്കുന്നത് അൺഅനോയിന്റഡ്, അതായത് അഭിഷേകത്തെക്കുറിച്ച് അറിവില്ലാത്തവർ. അഭിഷേകം എന്താണെന്ന് അറിഞ്ഞുകൂടാ,
അഭിഷേകത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് അവർ ചോദ്യങ്ങളുമായിട്ട് വരും. ഇത് എന്നതാണെന്ന് അവർക്ക് മനസ്സിലാകത്തില്ല. ബൈബിളിന്റെ ഭാഷയിൽ ഇവരെ വിജാതിയർ എന്നാണ് വിളിക്കുന്നത്, ജെന്റൈൽസ്. ഉദാഹരണത്തിന് നമ്മൾ ദൈവം, ദൈവകാര്യങ്ങൾ, പള്ളി, പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാവത്തില്ല. അവർ ചോദിക്കും ഇതെന്നതാ സാധനം, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ ചിലരെയൊക്കെ ധ്യാനത്തിന് വിളിക്കുമ്പോഴത്തേക്ക് അവരെന്ത് പറയും? ധ്യാനോ പ്രാർത്ഥനയോ, ഇതെന്നതാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. രണ്ടാമത്തെ ഗ്രൂപ്പാണത് അൺഅനോയിന്റഡ്. ഒന്നാമത്തെ ഗ്രൂപ്പ് ഏതാണ്? മറന്നുപോയോ? അഭിഷേകമുള്ളവർ, അനോയിന്റഡ്. രണ്ടാമത്തെ ഗ്രൂപ്പ് അൺഅനോയിന്റഡ് എന്ന് പറഞ്ഞാൽ അഭിഷേകത്തെക്കുറിച്ച് അറിവില്ലാത്തവർ. ബൈബിളിൽ അവരെന്ത് വിളിക്കും? വിജാതിയർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇതിൽ ഏതിൽ പെടും? പറയൂ. സംശയം ഉണ്ടല്ലേ? വിഷമിക്കേണ്ട. മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, അതും കൂടെ പഠിച്ച പെട്ടെന്ന് മനസ്സിലാവും. മൂന്നാമത്തെ ഗ്രൂപ്പിനെ നമുക്ക് ഇങ്ങനെ ഒരു പേര് കൊടുക്കാം, എക്സ് അനോയിന്റഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കേട്ടില്ല? എക്സ് അനോയിന്റഡ്. എക്സ് അനോയിന്റഡ് കേട്ടിട്ടുണ്ടോ? അങ്ങനത്തെ വാക്ക് എക്സ് പ്രീസ്റ്റ് എന്നാ കേട്ടിട്ടുണ്ടോ? ഒയ്യോ, അത് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടല്ലേ. എക്സ് അല്ലേ, എക്സ് സെമിനാരി ജമ്പഡ് എന്നൊക്കെ പറയത്തില്ല. ഒരിക്കൽ അകത്തായിരുന്നു, പിന്നെ പുറത്ത്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേകം ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടവർ. അഭിഷേകം ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി. അത് മൂന്നാമത്തെ ഗ്രൂപ്പാ. ഈ മൂന്നിലേതാ നമ്മള്? ഒന്ന് അഭിഷേകം ഉള്ളവർ, രണ്ടാമത്തത് അഭിഷേകത്തെക്കുറിച്ച് അറിവില്ലാത്തവർ, മൂന്നാമത്തത് അഭിഷേകം ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് അറിവുണ്ട്, ബോധ്യമുണ്ട്, പക്ഷെ പിന്നീട് നഷ്ടപ്പെട്ടു പോയവർ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏതാ? പറയൂ. നമ്മൾ അഭിഷേകം ഉള്ളവരാണ്. ഇടയ്ക്കിടയ്ക്കുണ്ടല്ലോ ഈ മൂന്നാമത്തെ അവസ്ഥയിലൂടെ ഇടയ്ക്ക് താന്നു പോകും. ഉണ്ടായിരുന്ന അഭിഷേകമൊക്കെ ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോകും. കിട്ടിയിരുന്ന ജീവിത അനുഭവങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നൊലിക്കുന്നത് പോലെ തോന്നും. പ്രാർത്ഥനയില്ല, ദൈവവിചാരമില്ല, ഇതൊക്കെ എന്തിനാണെന്ന അവസ്ഥ. എക്സ് അനോയിന്റഡ് ആവും. ഇങ്ങോട്ട് നോക്കിക്കേ, ശ്രദ്ധിച്ചേ. ഈ മൂന്ന് കാറ്റഗറിയിൽ ഏറ്റവും അപകടകാരി ആരാന്നറിയാവോ? ഏറ്റവും അപകടകാരി ഏതാ? എക്സ്. അല്ലേ? ഒരിക്കൽ അഭിഷേകം ഉണ്ടായിരുന്നു, എന്നിട്ട് ആ അഭിഷേകം ആ വ്യക്തി നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ആ വ്യക്തി ഏറ്റവും വലിയ അപകടകാരിയായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് പറയുന്നത് സെമിനാരിൽ വന്നിട്ട് പോയി, അച്ഛനാകാൻ വന്നിട്ട് പോയി, കന്യാസ്ത്രീയാകാൻ വന്നിട്ട് പോയി, അതിനെക്കുറിച്ചല്ല കേട്ടോ. ശ്രദ്ധിക്കണം, അഭിഷേകത്തെക്കുറിച്ചാണ്. ഒരു ദൈവമകനും ദൈവമകളും ഈ അഭിഷേകത്തിൽ വളരുന്നതിന് വേണ്ടി തിരുസഭ ആ വ്യക്തിയിൽ അനേകം കൃപകൾ കൊടുക്കുന്നു. മാമോദീസായിലൂടെ ആ വ്യക്തിയിലേക്ക് അഭിഷേകം കൊടുക്കുന്നു. ഓരോ ശുശ്രൂഷ അവസരത്തിലും ആ വ്യക്തിയിൽ അഭിഷേകമുണ്ട്. എന്നാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കിട്ടിയ അഭിഷേകത്തെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഓർത്തോണം, പിന്നീട് ആ വ്യക്തി പോകുന്നിടങ്ങളിലൊക്കെ വലിയ ഭാരം, വലിയ സങ്കടം മറ്റുള്ളവർക്കും കൊടുക്കും, ആ വ്യക്തിയിലും ഉണ്ടാവും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാണെന്നറിയോ? അഭിഷേകം നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കല്ല ആദ്യം തോന്നുന്നത്, മറ്റുള്ളവർക്കാ തോന്നുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് തോന്നും, നീ എന്താ ഇങ്ങനെ. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു തെരുവേദിയിൽ, നാളുകൾക്ക് മുമ്പ് തിരുസഭയിൽ കത്തി ജ്വലിച്ചു നിന്നിരുന്ന ഒരു ശുശ്രൂഷകനെ കണ്ടു. നമ്മളൊക്കെ പാടുന്ന അനേക ഗീതങ്ങളൊക്കെ, കയ്യൊക്കെ അടിച്ച് പാടുന്ന അനേക ഗീതങ്ങളൊക്കെ രചിച്ച ഒരു ശുശ്രൂഷകൻ, ഒരു ആത്മായ ശുശ്രൂഷകൻ റോട്ടിൽ കണ്ടപ്പോ ഇയാളുടെ കോലം എന്നാന്നറിയോ? മദ്യപിച്ച് ലെക്ക് കെട്ട് ഭ്രാന്തമായ ഒരു അവസ്ഥയിൽ റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്റെ കൂടെ ഉണ്ടായിരുന്ന 1-2 ശുശ്രൂഷകരോട് പറഞ്ഞു, ഇത് പഴയ ആളല്ലേ, ഇയാൾക്ക് ഇതെന്നാ പറ്റിയേ? അച്ഛാ, ഇപ്പൊ ഇങ്ങനെ അച്ഛാ, വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അതായത് ഒരു സമയത്ത് ശുശ്രൂഷ മേഖലയിൽ കത്തി ജ്വലിച്ചു നിന്നിരുന്ന മനുഷ്യൻ ഇതെന്താ ഇങ്ങനെ? ഉണ്ടായിരുന്ന അഭിഷേകമൊക്കെ ഇതെവിടെ പോയി? ഇപ്പൊ ഇതെന്താ പറ്റുന്ന ഇങ്ങനെ? സംസാരിച്ചു വന്നപ്പോഴത്തേക്ക് 1-2 പേര് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ, നല്ല അഭിഷേകമായിരുന്നു, ശുശ്രൂഷ സമയത്തൊക്കെ പരിശുദ്ധാത്മാവിന്റെ കൃപ അതിശക്തമായി വെളിപ്പെട്ടുകൊണ്ടിരുന്നു, അനേകര് ശുശ്രൂഷയ്ക്കൊക്കെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിരുന്നു. അങ്ങനെ നന്നായിട്ട് തിളങ്ങി നിന്നിരുന്ന സമയം ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്, മണിക്കൂറുകൾ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കും. എന്നാൽ ആൾക്കൂട്ടം കൂടി തുടങ്ങി, തിരക്ക് വർദ്ധിച്ചു.
ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ശുശ്രൂഷകളായി ഓട്ടം ഇങ്ങനെ ഓടി ഓടി തുടങ്ങിക്കഴിഞ്ഞപ്പോ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ പതിവ് അങ്ങ് കുറഞ്ഞു. പള്ളിയിലിരിക്കാൻ സമയമില്ലെന്നേ. ഇപ്പൊ എന്തായി മാറി? പെർഫോമൻസ് ആയി മാറി, ഓട്ടമായി മാറി, എല്ലായിടത്തും ഓടി നടന്ന് ശുശ്രൂഷയായിട്ട് മാറി. പള്ളിയിലിരുന്ന് ദൈവത്തിനു മുമ്പിൽ കൃപ സ്വീകരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന്. എന്റെ കഴിവ് ഞാൻ എന്തോ ആണെന്നൊരു ചിന്ത. എന്താ സംഭവിച്ചെന്നറിഞ്ഞോ എന്റെ പ്രിയപ്പെട്ടവരെ? ആൾക്കൂട്ടം, ബഹളം, കയ്യടി, ആരവങ്ങൾ എല്ലാം കൊള്ളാം. ഇങ്ങനെ പോകുന്ന സമയത്ത് സാവധാനം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ സാവധാനം ഇയാളെ പിടികൂടി. ചില സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് വന്നു. ഭാര്യയുമായിട്ട് തെറ്റിപ്പിരിയുന്നൊരു ഘട്ടത്തിലെത്തി. മദ്യപാനത്തിലോട്ട് കടന്നു ചെന്നു. പിന്നെ പറയണ്ടല്ലോ, ഒന്നിനു പകരെ ഒന്നായി തകർച്ചകൾ. റോഡിലൂടെ ഇയാൾ നടന്നു പോകുന്നത് ഒരു ഭ്രാന്തനെ പോലെ ഇയാൾ നടന്നു പോകുന്നത് കണ്ടപ്പോൾ കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്നാന്നറിയാവോ? കർത്താവേ, അങ്ങയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. ദൈവമേ, അങ്ങ് തന്ന അഭിഷേകം കൊണ്ട് മാത്രമാണ് ഞാൻ നിലനിൽക്കുന്നത്, ഞാൻ ഒന്നുമല്ല എന്ന് ഞാൻ എന്നൊരു പുരോഹിതൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും, ഈ രാജപുരത്തെ ദേശവാസികൾ പഠിക്കേണ്ട ഒരു പാഠം, ഇന്ന് നീ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവേ അങ്ങയുടെ അഭിഷേകം ഒന്നുകൊണ്ട് മാത്രം, നമ്മുടെ ആരുടെയും കഴിവല്ല, ദൈവം തന്ന അഭിഷേകം. വിശ്വസിക്കുന്നവർ നല്ല കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നൽകിയ അഭിഷേകം അതൊന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഈ അഭിഷേകത്തിൽ വളരാനാണ് എന്നെയും നിന്നെയും കർത്താവ് ഇവിടെ തെരഞ്ഞെടുത്ത് ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. കിട്ടിയ അഭിഷേകം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കണം. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ പുസ്തകം, ബൈബിൾ ഉണ്ടെങ്കിലും തുറന്ന് വായിച്ചേ. സെന്റ് പോൾസ് ലെറ്റർ ടു തിമത്തി, തിമോത്തിയോസിന് എഴുതിയ പുസ്തകം, 1-ാം പുസ്തകം, അതിന്റെ 4-ാം അധ്യായം 14-ാം തിരുവചനം. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ ഇങ്ങനെ പൗലോസ്ലീഹ പഠിപ്പിക്കും: പ്രവചന പ്രകാരവും സഭാശ്രേഷ്ഠന്മാരുടെ കൈവെപ്പ് വഴിയും നിനക്ക് നൽകപ്പെട്ട കൃപാവരം അവഗണിക്കരുത്. പൗലോസ്ലീഹായ്ക്ക് തിമോത്തിയോസിനോട് വല്ലാത്തൊരു സ്നേഹമായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തിമോത്തിയോസിനോട് പറയും, എന്റെ തിമോത്തിയോസെ, നീ ശ്രദ്ധിക്കണം കേട്ടോ, ഇന്ന കാര്യം നീ ശ്രദ്ധിക്കണം. രാജപുരത്തെ ഇന്നത്തെ കൺവെൻഷന് വന്നിരിക്കുന്ന ദൈവജനമേ, നിന്റെ മുമ്പിൽ പൗലോസ്ലീഹ വന്നിട്ട് പറയാണ്, ഇന്ന കാര്യത്തിൽ നീ ശ്രദ്ധിക്കണം. എന്നാന്നറിയാവോ? നിനക്ക് ലഭിക്കപ്പെട്ട കൃപാവരം നീ അവഗണിക്കരുത്. നോട്ട് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയെടുത്തോണം. അവഗണിക്കരുത് എന്നതാ? നിനക്ക് ലഭിച്ച കൃപാവരം നീ അവഗണിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതും ഇടതും ഇരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തോണ്ട് അവരോട് പറഞ്ഞ്, നിനക്ക് കിട്ടിയ കൃപ അഭിഷേകം നീ അവഗണിക്കരുത്. ഡു നോട്ട് നിഗ്ലെക്ട് ദ ഗ്രേസ്. നിനക്ക് കൃപ കിട്ടിയ വ്യക്തിയാണെന്ന്, നിനക്ക് കൃപ കിട്ടിയ വ്യക്തിയാ. ആ കിട്ടിയ കൃപ നഷ്ടപ്പെടാൻ അനുവദിക്കരുത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇത് അച്ഛന്മാർക്കും കന്യാസിനിമാർക്കും മാത്രം ഉള്ളതിനെ കുറിച്ചല്ല വചനം പഠിപ്പിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ഓർത്തോണം, നിന്റെ ജീവിതത്തിൽ നീ കൃപ സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. മാമോദീസാൽ സ്വീകരിച്ചത് എന്നതാ? ഈ കൃപയാ. സ്ഥൈര്യലേപനത്തിലും ആദ്യ കുർബാന സ്വീകരണത്തിലും ഒക്കെ സ്വീകരിച്ചത് ഈ കൃപയാ. കത്തോലിക്ക സഭയിലെ 7 കൂദാശകളിൽ നീ സ്വീകരിച്ചത് ഈ കൃപയാ. ഈ കൃപയിലാണ് നമ്മൾ വളരേണ്ടത്. ഒരിക്കലും അവഗണിക്കരുത്. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു ടെൻഡൻസി ഉണ്ട്, നമ്മുടെ ഒരു വാസനയുണ്ട്. എന്നാന്നറിയാവോ? നമുക്ക് കിട്ടിയ കൃപ അവഗണിക്കാനുള്ള ഒരു വാസന. വചനം പഠിപ്പിക്കുന്നു, നിനക്ക് കിട്ടിയ കൃപ നീ ഒരിക്കലും അവഗണിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും കൂടെ പറഞ്ഞു കൊടുത്ത് അടുത്തിരിക്കുന്ന ആൾക്ക് അയാൾക്ക് മനസ്സിലായില്ല. ആ കൈയൊന്ന് പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞ്, സഹോദര സഹോദരി, നിനക്ക് കിട്ടിയ കൃപ നീ അവഗണിക്കരുത്. പറഞ്ഞു കൊടുത്തേ. എന്നതാ പറയണേ? ഇത് തന്നെയാണോ പറയണേ? എന്തോ പറയുന്നുണ്ട്. എന്നതാ പറഞ്ഞേ? നിനക്ക് കിട്ടിയ കൃപ നീ അവഗണിക്കരുതെന്ന്. അവഗണിക്കരുതെന്ന് പറഞ്ഞു നിർത്തുമ്പോൾ അടുത്തൊരു ചോദ്യം, പിന്നെ എന്നതാ ഞാൻ ചെയ്യേണ്ടത്? തൊട്ടടുത്ത ലേഖനം, തൊട്ടടുത്ത പുസ്തകം, സെന്റ് പോൾസ് ലെറ്റർ ടു തിമത്തി, സെക്കൻഡ് ലെറ്റർ, 2-ാം പുസ്തകം, 1-ാം അധ്യായം 6-ാം തിരുവചനം ഒന്ന് വായിച്ചു നോക്കിയേ. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 6-ാം വചനം. അവിടെ പൗലോസ്ലീഹ പറയാണ്, ആദ്യം പറഞ്ഞത് എന്താണ്? അവഗണിക്കരുത്. നിനക്ക് കൃപ കിട്ടിയിട്ടുണ്ട്, അത് അവഗണിക്കരുത്. 2-ാമത്തെ ലേഖനത്തിൽ 1-ാം അധ്യായം 6-ാം വചനം പറയുന്നു, എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും
ഉജ്ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഞാൻ അനുസ്മരിപ്പിക്കുന്നു. നിനക്ക് കിട്ടിയ കൃപയുണ്ടല്ലോ, നീ അവഗണിക്കരുതെന്ന് മാത്രം പോരാ, കിട്ടിയ കൃപ ഉജ്ജ്വലിപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് കിട്ടിയ കൃപ ഞാൻ ഉജ്ജ്വലിപ്പിക്കും. പറഞ്ഞേ, അടുത്ത് നിൽക്കുന്നവരോട് പറഞ്ഞു, നിനക്ക് കിട്ടിയ കൃപ നീ ഉജ്ജ്വലിപ്പിക്കണം. പറഞ്ഞു കൊടുത്തേ, ആ നിനക്ക് കിട്ടിയ കൃപ നീ ഉജ്ജ്വലിപ്പിക്കണം. ഉജ്ജ്വലിപ്പിക്കണം. ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്ന റീകിൻഡിൽ എന്നാണ്. നിനക്ക് കിട്ടിയ കൃപ നീ ഉജ്ജ്വലിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്വർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നതാ ഈ ഉജ്ജ്വലിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഉജ്ജ്വലിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? എന്തോ ഉണ്ട് അല്ലെ, ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്നതാ? പോരട്ടെ. ജ്വലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ. എന്നതാ? ഇങ്ങോട്ട് നോക്കിക്കേ. നിന്റെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ട്, കിട്ടിയ കൃപയെ വീണ്ടും വീണ്ടും ജ്വലിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീകിൻഡിൽ, റിന്യൂ, നവീകരിക്കണം, വിശുദ്ധീകരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പണ്ട് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു അച്ഛൻ കാണിച്ചെന്നൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കിക്കേ. എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം ഇരിപ്പുണ്ട്. ഓക്കെ, ഇതൊരു ഗ്ലാസ് വെള്ളമാണ്, ഇതൊരു ഗ്ലാസ് പാലാണെന്ന് വെറുതെ അങ്ങ് സങ്കല്പിക്കുക. പാല്. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടു. ഇട്ട പഞ്ചസാര എവിടെ വന്ന് കിടക്കും? താഴത്ത് വന്ന് കിടക്കും. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു സ്പൂൺ എടുത്തിട്ട് ഞാനിതിങ്ങനെ ഇളക്കണം. ഇളക്കുമ്പോൾ ഈ അടി കിടക്കുന്ന പഞ്ചസാര ഈ പാലിന്റെ ഭാഗമാകും. ഞാൻ അപ്പോൾ കുടിക്കുമ്പോൾ മധുരം അല്ലേ? ഇങ്ങോട്ട് നോക്കിക്കേ. മാമോദീസായിൽ എന്ത് കിട്ടി? പറ. പരിശുദ്ധാത്മാവിനെ കിട്ടി. യെസ് ഓർ നോ? കേക്കത്തില്ല. യെസ് ഓർ നോ? കിട്ടിയെന്ന്. പരിശുദ്ധാത്മാവിന് കിട്ടി. എവിടെയുണ്ട്? ഉള്ളിലുണ്ടെന്ന്. എന്റെ ഉള്ളിലുണ്ട്. ഉണ്ടെന്നും പറഞ്ഞ് നടന്നാ പോരാ. മാമോദീസായിൽ നിനക്കൊരു പേരും കിട്ടി, ക്രിസ്ത്യാനിയുടെ ഒരു പേരും കിട്ടി, മാമോദീസ പേരും കിട്ടി. ഞാൻ ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് നടന്നാ പോരെന്ന്. കിട്ടിയ അഭിഷേകത്തെ എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. ഇങ്ങോട്ട് നോക്കിക്കേ. നമ്മളൊരു സ്പൂൺ എടുത്തിട്ട് എന്ത് ചെയ്യും? കേട്ടില്ല? പറഞ്ഞേ. പല പല വാക്കുകളുണ്ടല്ലോ, നന്നായിട്ട് അറിയാവുന്ന പല വാക്കുകളുണ്ട്. എന്താണ്? ഇളക്കണം. ചേച്ചി പറഞ്ഞ കറക്റ്റാ. മിക്സിങ്. നല്ല പരിചയമാണല്ലോ. മിക്സിങ്. ഇങ്ങനെ മിക്സ് ചെയ്യണം. അടിച്ചു കലക്കണം. അടിച്ചു കലക്കുന്ന പ്രോസസ് പ്രധാനപ്പെട്ടതാണെന്ന്. ഇതിങ്ങനെ അടിച്ചു കലക്കുമ്പോൾ മാത്രമാണ് ഈ പഞ്ചസാര ഇതിന്റെ ഭാഗമാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ് നടന്നാ പോരെന്ന്. കിട്ടിയതിനെ എക്സ്പീരിയൻസ് ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ വിഷയം പഠിക്കാൻ നല്ലൊരു വചനഭാഗം ഒന്ന് വായിക്കാം. അത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 20, അതിന്റെ 19-ാം വചനം തൊട്ട്. ബൈബിൾ ഉള്ളവരും തുറക്കണേ. നല്ല വചന, ഒന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 19-ാം തിരുവചനം ഇങ്ങനെയാണ്. ഞാൻ വായിക്കാം. ബൈബിൾ ഇല്ലാത്തവരൊന്ന് ശ്രദ്ധിച്ചോണേ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ. ഒന്നും കൂടെ വായിക്കാം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട്. എന്ന് വൈകിട്ട്? ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട്. എന്ന് വൈകിട്ട്? ഞായറാഴ്ച. മിടുക്കരാണ്. ഏത് ഞായറാഴ്ച? അയ്യോ, ഏത് ഞായറാഴ്ച? ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട്. പ്രിയപ്പെട്ടവരെ, 20-ാം അധ്യായം അതിന്റെ ആരംഭം എന്താണെന്ന് അറിയാവോ? ശൂന്യമായ കല്ലറ. 1-ാം വചനം ഇങ്ങനെയാണ്: ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ, ഉയർപ്പ് ഞായർ, ഈസ്റ്റർ സൺഡേ, ഉയർപ്പ് ഞായറാഴ്ച രാവിലെ ഒരു കാര്യം സംഭവിച്ചു. വൈകുന്നേരം എന്ത് സംഭവിച്ചെന്നറിയോ? ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കുന്നു. ശിഷ്യന്മാർ. ഇങ്ങോട്ട് നോക്കിക്കേ. നിവർന്നിരുന്നേ. എത്ര ശിഷ്യന്മാരുണ്ട്? രാജപുരംകാര് കണക്കറിയാവുന്നവരാണ്. പറഞ്ഞേ, എത്ര ശിഷ്യന്മാർ ഇപ്പൊ പറയുന്ന വചനഭാഗത്തുണ്ട് അകത്ത്? 12ഓ 11? ഒരാള് പോയി. ആരാ? യൂദാസ്. പിന്നെ എത്ര എണ്ണം ഉണ്ട്? 11 എണ്ണം അകത്തുണ്ടോ നമ്മൾ ഈ വായിക്കുന്ന വചനത്തിൽ? ഇല്ല ചേച്ചി, 10 ഉള്ളൂ. ഒരുത്തനും കൂടെ പുറത്താ. യവൻ തോമസ്. നമ്മുടെ തോമാശ്ലീഹ സ്ഥലത്തില്ലെന്ന്. അതേന്ന് 10 അകത്തിരിക്കും. എന്താ ഇവരുടെ അവസ്ഥ?
വചനം പറയുന്നു, ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ. ഭയം. എന്തിനാ ഈ ഭയപ്പെടുന്നത്? എന്തിനാ ഭയപ്പെടുന്നത്? ഇവരുടെ ലീഡർ കൊല്ലപ്പെട്ടു, അടുത്തതാരാ? ഇവന്മാര് കൊല്ലപ്പെടും. പേടിച്ച് അകത്തിരിപ്പ. ഇവിടെ എന്നെ കേൾക്കുന്ന അനേകർ ഇതുപോലെയൊക്കെ ചില കാര്യങ്ങൾ പേടിച്ചിരിപ്പുണ്ടല്ലോ, അല്ലേ? സാമ്പത്തികമായിട്ട് കടഭാരം കൊടുത്തു വീട്ടാനുള്ള ഒരു വാതിലെ വന്ന് മുട്ടുവന്നോർത്തോണ്ട് വാതിലട ചകത്തിരിപ്പ, പേടിച്ചിരിക്കുന്നു. അപ്രകാരം സാമ്പത്തിക കടബാധ്യത മാത്രമല്ല, ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ പേടിച്ചകത്തിരിക്കുന്നു, അല്ലേ? ചില അപമാന ഭാരങ്ങള്, ചില നാട്ടിലൊക്കെ നിങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അപമാന ഭാരം പേടിച്ചിരിക്കുക. ഒരാളുടെ പോലും മുഖത്ത് പോലും നോക്കത്തില്ല. കഴിഞ്ഞ നാളിൽ ഒരു ചെറുപ്പക്കാരൻ അവന്റെ വിവാഹാലോചനയൊക്കെ ഉറപ്പിച്ചു, നാട്ടിലൊക്കെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തു, എല്ലാം റെഡിയാക്കി. എന്നാൽ ആ കല്യാണം നടന്നില്ല. ഇവന് വല്ലാത്ത നാണക്കേട്, ഭാരം, മുറിയടച്ചകത്തിരിപ്പ. ഒരു മനുഷ്യന്റെ മുഖത്ത് പോലും നോക്കത്തില്ല. പേടി, നാണം, അസ്വസ്ഥത, ജീവിതം തീർന്നു എന്ന ചിന്ത. ഏതെങ്കിലും വിഷയത്തിൽ ഭയപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നിനക്കുള്ള സന്ദേശമാണ്. ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് വാതിലടച്ചകത്തിരിക്കുമ്പോൾ യേശു വന്ന് അവരുടെ മധ്യ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് സുവിശേഷ ശുശ്രൂഷ. ഈ രാജപുരം ദേശവാസികളെ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ദേശത്ത് കൊടുക്കേണ്ട ശുശ്രൂഷയാണ് സമാധാനത്തിന്റെ ശുശ്രൂഷ. ഭയപ്പെട്ടിരിക്കുന്ന, അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യരോട് നീ പറയണം സമാധാനം, ശാലോം. വലതു ഇടതു ഇരിക്കുന്നവരുടെ മുഖത്ത് നോക്കി കൈ കൊടുത്തോട്ട് പറഞ്ഞേ ശാലോം, സമാധാനം. നല്ലൊരു പുഞ്ചിരി കൊടുത്തേ, സമാധാനം. ഇതാണ് ശുശ്രൂഷ. നിന്റെ വീട്ടിൽ ആരെങ്കിലും ഭയപ്പെട്ടും വിഷമിച്ചും ദുഃഖിച്ചിരിപ്പുണ്ടോ? അവർക്ക് എന്ത് കൊടുക്കണം? പറ. നിന്റെ അയൽപക്കത്ത് അസ്വസ്ഥപ്പെട്ട് മനുഷ്യരുണ്ട്, പേടിച്ചിരിപ്പുണ്ട്. കൊറോണയ്ക്ക് ശേഷം ജീവിതം കയ്യിൽ നിന്ന് പോയവരുണ്ട്, രോഗികളുണ്ട്. അവർക്ക് എന്ത് കൊടുക്കണം? സമാധാനം. ഇന്ന് ശുശ്രൂഷ കഴിഞ്ഞ് നീ വീട്ടിൽ പോകുമ്പോൾ എന്ത് കൊടുക്കണം? ചിലരിങ്ങോട്ട് നടന്നു വരുമ്പോൾ നമ്മൾ എന്ത് പറയും? സമാധാനം പോയി, അല്ലേ? ചിലരുടെ സാന്നിധ്യം കാണുമ്പോൾ സമാധാനം പോയെന്ന്. നിന്റെ സംസാരം, നിന്റെ സാന്നിധ്യം സമാധാനം കൊടുക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ രാത്രി കർത്താവ് പറയുന്നു, നിന്റെ ശുശ്രൂഷ എന്ന് പറയുന്ന സമാധാനം കൊടുക്കാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നിവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ദൈവജനമേ, ഈ ആലയത്തിൽ നിന്ന് പോകുമ്പോൾ ഈ സമാധാനവും കൊണ്ടാണ് പോകേണ്ടത്. യേശു നൽകുന്ന വചന ശുശ്രൂഷയുടെ പ്രത്യേകതയാണ് സമാധാനം. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിച്ചോണേ, പ്രത്യേകിച്ച് വചന ശുശ്രൂഷ മേഖലയിലൊക്കെ വളരാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ അസ്വസ്ഥപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന വചന ശുശ്രൂഷകളൊക്കെ വർദ്ധിക്കുന്നു. ആൾക്കൂട്ടം കൂടാനല്ല, മറിച്ച് വചന ശുശ്രൂഷയുടെ അടിസ്ഥാനം സമാധാനം കൊടുക്കണം, സമാധാനം കൊടുക്കണം. ധ്യാന ശുശ്രൂഷ കേന്ദ്രങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ? സമാധാനം കൊടുക്കണം. ഒരു ധ്യാനം കൂടി കഴിഞ്ഞാൽ നിന്റെ ഉള്ളിൽ എന്താ ഉണ്ടായിരിക്കേണ്ടത്? പറ. സമാധാനം. നീ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നിന്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം? സമാധാനം. ഒരു കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാൽ നിന്റെ ഉള്ളിൽ എന്ത് കിട്ടണം? ശ്രദ്ധിച്ചോണം. ഇല്ലെങ്കിൽ അപകടമാണ്. കാലം വല്ലാണ്ട് മോശമാണ്. അത് പലതരത്തിൽ പിടികൂടും. സമാധാനം കൊടുക്കുന്ന ശുശ്രൂഷകരായി ഞാനും നീയും മാറണം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ കൂടെ അടുത്തിരിക്കുന്ന ആൾക്കും തൊട്ടോണ്ട് പറഞ്ഞ സമാധാനം. ഹല്ലേലൂയ. തൊട്ടടുത്ത വചനം വായിച്ചേ, 20-ാം വചനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. കണ്ടോ, സന്തോഷിച്ചു. ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വചനം 22-ാം വചനം. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവേൻ. ഇങ്ങോട്ട് നോക്കിക്കേ. ഈശോ ഓരോ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിട്ട്, ചില ബൈബിൾ കമന്ററികൾ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈശോ ഈ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പട്ടം കൊടുക്കൽ ശുശ്രൂഷ പോലെ അവരുടെ തലയിൽ കൈവച്ച് വലിയൊരു ശുശ്രൂഷ, അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട്. എവിടെയെങ്കിലും ഈ വാക്ക് ഓർമ്മയുണ്ടോ? നിശ്വസിച്ചു. അവരുടെ മേൽ ഊതി. എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? എവിടെയാ? ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദത്തിന്റെ നാസാരന്തരങ്ങളിലേക്ക് ഊതി. എന്റെ പ്രിയപ്പെട്ടവരെ, എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായം, അസ്ഥികളുടെ വരണ്ട താഴ്വര, ജീവശ്വാസം
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഈശോ പുതിയ നിയമത്തിൽ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഓരോരുത്തരുടെ മേലും കൊടുത്തത് ഈ പരിശുദ്ധാത്മാവിനെയാണ്. വചനം പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അപ്പൊ നമ്മുടെ ശിഷ്യന്മാർ എന്ത് സ്വീകരിച്ചു? പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. രാജപുരംകാർ ഇങ്ങോട്ട് നോക്കിക്കേ, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് എന്തുണ്ടായി? അവരുടെ സ്വഭാവത്തിൽ, അവരുടെ ജീവിതത്തിൽ എന്തുണ്ടായി? എന്തൊക്കെയാണ് മാറ്റങ്ങള്? ഭാഷാവരം, അത്ഭുതവരം, അല്ലേ? ഇങ്ങനെ പലരും പറയുന്നുണ്ട്. എന്നാൽ ബൈബിളിൽ അങ്ങനെ പറയുന്നില്ല. അതെന്നതാച്ചാ അങ്ങനെ പറഞ്ഞേ? ബൈബിളിൽ പറയുന്നത് എന്നാന്നറിയാവോ? തൊട്ടടുത്ത അധ്യായം ഒന്ന് വായിച്ചേ. 21 അധ്യായം 3 വചനം. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാണ്. പരിശുദ്ധാത്മാവിനെ കിട്ടിയവൻ പോകുന്നു. എങ്ങോട്ട്? മീൻ പിടിക്കാൻ പോകുന്നെന്ന്. അപ്പൊ നമുക്കൊരു സംശയം, ചേടാ പരിശുദ്ധാത്മാവിനെ കിട്ടിയല്ലോ, പിന്നെ ഇവൻ എന്തിനാ ഈ മീൻ പിടിക്കാൻ പോയേ? കൂട്ടത്തിലുള്ള ശിഷ്യന്മാരെന്തു പറഞ്ഞു? ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. ചേട്ടൻ ഒറ്റയ്ക്ക് പോകണ്ട, ഞങ്ങളും വരാം. പരിശുദ്ധാത്മാവിനെ കിട്ടിയവൻ ഇന്നോളം പോന്ന ഇന്നലകളിലെ വഴിയിലേക്ക് പോണോ? പാടില്ലല്ലോ. പിന്നെ എന്നാ സംഭവിച്ചേ? കിട്ടി, പക്ഷേ അവര് സ്വഭാവത്തിൽ അനുഭവിച്ചില്ലെന്ന്. മാമോദീസായിൽ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് അഭിമാനിച്ച് നടന്നാ പോരാ. ഞാൻ ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞുകൊണ്ട് വീമ്പിളക്കിക്കൊണ്ട് നടന്നാ പോരാ. എൻ്റെ പേര് തോമസ്, എൻ്റെ പേര് സെബാസ്റ്റ്യൻ എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നാ പോരെന്ന്. മറിച്ച് സ്വഭാവത്തിൽ വരണം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കിട്ടി ഉള്ളിലുണ്ടെന്ന്. അത് മാത്രം പോരാ. കിട്ടിയ പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യുക, അനുഭവിക്കുക എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഇതെപ്പോഴാ സംഭവിച്ചത്? ഇത് സംഭവിച്ചത് അപ്പസ്തോല പ്രവർത്തനം 2 അധ്യായം 1 മുതൽ 4 വരെ എടുത്തു വായിച്ചു നോക്കണം. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ഉയർപ്പിന് ശേഷം 50 ദിനങ്ങൾ, 40-ാം ദിനത്തിൽ യേശു സ്വർഗത്തിലേക്ക്. അതിനുശേഷം എത്ര ദിവസം? 10 ദിവസം. 10 ദിവസത്തെ നീണ്ട പ്രാർത്ഥന, രാത്രിയും പകലുമുള്ള പ്രാർത്ഥന, പന്തക്കുസ്തായ്ക്ക് വേണ്ടി പ്രാർത്ഥന. ആരായിരുന്നു അവരുടെ ലീഡർ? പരിശുദ്ധ അമ്മ. എത്ര പേരുണ്ടായിരുന്നു ആദ്യ പന്തക്കുസ്താ ദിനത്തിൽ? കണക്കറിയാവുന്നവരല്ലേ പറഞ്ഞേ? എത്ര പേരുണ്ടായിരുന്നു? 12 16? ആരായിരുന്നു അവരുടെ ലീഡർ? പരിശുദ്ധ മറിയം. കറക്റ്റ്. ബൈബിളിൽ പറയുന്നു 120 പേരുണ്ടായിരുന്നു. 120 പേര് അവരൊരുമിച്ചിരിക്കുകയായിരുന്നു. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1-ാം തിരുവചനം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2 വേഴ്സ് 1 ഓൺവേഴ്സ്. ആ വചനം ഒന്ന് വായിച്ചു നോക്കിയേ. നല്ല സുന്ദരമായൊരു വചനം എഴുതി വെച്ചിട്ടുണ്ട്. പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ളൊരു ശബ്ദം ആകാശത്തുനിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങളുടെ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മാവിനെ അവർ എക്സ്പീരിയൻസ് ചെയ്തു, അനുഭവിച്ചു. ഇത് പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ഈ കൺവെൻഷൻ നടത്തപ്പെടുന്ന എന്തിനാണെന്നറിയാവോ? കിട്ടിയ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ, എക്സ്പീരിയൻസ് ചെയ്യാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2025 ഈ രാജപുരം കൺവെൻഷൻ വീണ്ടും പുനരാരംഭിക്കുമ്പോൾ കർത്താവ് ഈ ദേശത്തോട് പറയുന്ന കാര്യം, നിനക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിനെ നീ വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യണം, അനുഭവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരു 3 പ്രാവശ്യം പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ. പരിശുദ്ധാത്മാവേ. നല്ലൊരു കയ്യടി പരിശുദ്ധാത്മാവിന് കൊടുത്തേ. 10,000 പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. 10,000 പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. 10,000 പാടുന്നു, ഒരു സ്നേഹഗീതമായി പാടുന്നു. 10,000 പാടുന്നു, ഒരു സ്നേഹഗീതമായി പാടുന്നു.